ഇടുക്കി ശാന്തിഗ്രാമിൽ 66 kV വൈദ്യുത ടവറിന് ഇടിമിന്നലേറ്റു. ഇടിമിന്നലിൽ 66 kV ലൈനിന്റെ ഡിസ്ക് കണ്ടക്ടർ കത്തി നശിച്ചു. ഇതോടുകൂടി നെടുങ്കണ്ടം, വണ്ടൻമേട്, കട്ടപ്പന സബ്സ്റ്റേഷനുകളിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ചു. ഇന്നലെ പാതിരാത്രിയോടുകൂടിയാണ് ടവറിന് ഇടിമിന്നലേറ്റത്. വലിയ ശബ്ദത്തോടുകൂടി ലൈൻ ഡിസ്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നു. എല്ലാ വർഷവും ഇപ്പോൾ ഈ ലൈനിൽ നിന്ന് പൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കേസ് അവിടെ ബോഡി ഞാൻ വിളിച്ചു പറഞ്ഞു. രാത്രി തന്നെ അവർ വന്നു. ഇപ്പം പണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇപ്പോൾ ഇത് പൊട്ടുന്നുണ്ട്. ഈ മഴക്കാലം ആകുമ്പോഴാണ് ഇത് പൊട്ടുന്നത്. ഒരു വോൾട്ടേജ് കൂട്ടി കയറ്റി വിടുന്നതാണോ എന്താ സംഭവം നമുക്കറിയത്തില്ല. ഭയങ്കര ഭീകരാന്തരീക്ഷമായിരുന്നു. ആദ്യം നാട്ടുകാർക്ക് സംഭവം മനസ്സിലായില്ലെങ്കിലും KEB ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഇടിമിന്നലേറ്റതായി സ്ഥിരീകരിച്ചത്. ഇത് 3ാം തവണയാണ് ടവറിന് ഇടിമിന്നലേൽക്കുന്നത്. കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ ഇടിമിന്നലേറ്റപ്പോൾ ഇടിമിന്നൽ രക്ഷാകവചം സ്ഥാപിച്ചിരുന്നു. എന്നാൽ അതും കൂടി ഇത്തവണത്തെ ഇടിമിന്നലിൽ തകർന്നതായാണ് അധികൃതർ പറയുന്നത്. കോട്ടുങ്കൽ റോയുടെ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള ടവറിനാണ് ഇടിമിന്നലേറ്റത്. നെടുങ്കണ്ടം, വണ്ടൻമേട്, കട്ടപ്പന സബ്സ്റ്റേഷനുകളാണ് ഇതുമൂലം വൈദ്യുതി വിതരണം മുടങ്ങിയിട്ടുള്ളത്. സാധ്യമായ മേഖലകളിൽ ബാക്ക് ഫീഡിങ്ങിലൂടെ വൈദ്യുതി എത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു. KEB അധികൃതർ സ്ഥലത്തെത്തി ലൈൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടിയേ പൂർണ്ണമായ രീതിയിൽ മേഖലയിൽ വൈദ്യുതി വിതരണം സാധ്യമാവൂ. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.